താമരശ്ശേരിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കയറ്റത്തിൽ നിന്നും പിന്നിലേക്ക് നീങ്ങി 3 വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടായി. മാനിപുരം റോഡിൽ പോറങ്ങോട്ടൂരിലായിരുന്നു അപകടം സംഭവിച്ചത്. പതുക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ പതുക്കെയാണ് ഇവരെ പുറകിൽ നമ്മൾ ബാക്കിയുള്ള വണ്ടികൾ. പെട്ടെന്ന് ഇത് പതുക്കെ അങ്ങ് റിവേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയം കൊണ്ട് ഒരു 4-5 സെക്കൻഡ് കൊണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിയിലൊന്ന് ഇടിച്ചു. അപ്പോൾ സൈഡിലുള്ള വണ്ടിയും പിന്നെ അപ്പോൾ തന്നെ ഇടിക്കുന്നത് കണ്ടു. പിന്നെ പെട്ടെന്ന് പോസ്റ്റിൽ ഇടിച്ചു. ഭാഗ്യത്തിനൊപ്പം നിന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. വണ്ടിയിൽ ഞാനും എൻ്റെ വൈഫ് 2 മക്കളും ഉണ്ടായിരുന്നു. പരിക്കെന്ന് പറഞ്ഞാൽ ചില്ല് തെറിച്ചുള്ള പരിക്കുണ്ട്, ബാക്കിയുള്ള വലിയ കാര്യമായ പരിക്കില്ല ഭാഗ്യത്തിന്. രാഹുൽ കെ വി ചെയ്തുകൊണ്ട്. രാഹുൽ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എത്ര വാഹനങ്ങൾക്ക് കേടുപാടുകളുണ്ട്? യാത്രക്കാർക്ക് ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്നതുകൊണ്ട് ആ അർത്ഥത്തിൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറിയാണ് കയറ്റത്തിൽ നിന്നും പിറകോട്ട് നീങ്ങിയത്. തുടർന്ന് 3 വാഹനങ്ങളിലാണ് ഇടിച്ചത്. ഒരു കാറ്, അതായത് ഈ ലോറിക്കും ഒരു വൈദ്യുത പോസ്റ്റിനും ഇടയിൽ പൂർണ്ണമായും തന്നെ തകർന്നുപോയ അവസ്ഥയിലാണ്. മറ്റു 2 കാറുകൾക്കും കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ ഇലക്ട്രിക് പോസ്റ്റിനും ലോറിക്കിടയിൽ കുടുങ്ങിപ്പോയ കാറിലെ യാത്രക്കാരനാണ്. ഇയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഗ്ലാസിന്റെ ചില്ല് തകർന്ന ദേഹത്തേക്ക് തെറിച്ചുള്ള പരിക്ക് മാത്രമാണ് അവർക്ക് ഏറ്റത് എന്നത് കൊണ്ട് വലിയ ആശ്വാസമുള്ളൊരു കാര്യം തന്നെയാണ്. കൊടുവള്ളിക്ക് സമീപം കാലികളെ ഇറക്കിയതിനു ശേഷം വരികയായിരുന്ന ലോറിയാണ് ഇതിൽ അപകടത്തിൽ പെട്ടത്. ഈ അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. വൈകിട്ട് 4:30 അപകടം സംഭവിച്ചത്. ശരി, കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരിയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കയറ്റത്തിൽ നിന്നും പിന്നിലേക്ക് നീങ്ങി 3 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം സംഭവിച്ചത്.